നമ്മൾ പറഞ്ഞതുപോലെ തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ കോൺഗ്രസിന് ഭീഷണിയാണ് ഈ വിമത നീക്കങ്ങൾ. പത്രിക സമർപ്പിച്ച ശേഷം കൊയ്യം ജനാർദ്ദനൻ ഇപ്പോൾ കോൺഗ്രസ് വിമതനായി മത്സരിക്കുമെന്ന് ഉറച്ചു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയിൽ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് KC വേണുഗോപാലിന് കത്തയച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് പയ്യന്നൂരിൽ ചേരുന്ന UDF യോഗത്തിൽ ജില്ലാ UDF ചെയർമാൻ PT മാത്യു പങ്കെടുക്കുന്നുണ്ട്. വിമതർ നിലപാട് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. V കുഞ്ഞികൃഷ്ണൻ സഹകരിക്കുന്നില്ല എന്നാണ് UDFിലെ ഏറ്റവും ഒടുവിലത്തെ പരാതി. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, തളിപ്പറമ്പിലും പയ്യന്നൂരും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പലരെയും അനുനയിപ്പിക്കേണ്ടതുണ്ട്. വിമതരെ അവർ പത്രിക നൽകിയെങ്കിലും അത് പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഈ അവസാന നിമിഷവും കാര്യങ്ങളല്ലേ? വിനീത, തീർച്ചയായിട്ടും പയ്യന്നൂരിലും തളിപ്പറമ്പും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളാണ് ഇപ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി തളിപ്പറമ്പിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ KPCC അംഗം ആയിട്ടുള്ള കൊയ്യം ജനാർദ്ദനും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പത്രിക നൽകിയിട്ടില്ല, നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും സമയം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അവർ സമർപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേതൃത്വം എന്തായാലും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു വിമത നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഈ TK ഗോവിന്ദനും അതുപോലെ തന്നെ V കുഞ്ഞികൃഷ്ണനും ഒക്കെ പിന്തുണ നൽകാം എന്നുള്ളതായിരുന്നു UDFിൻ്റെ വാഗ്ദാനം. പക്ഷേ ആ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കും അതിനകത്ത് വലിയ നീരസം ഉണ്ടാവാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ വിമതരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ അത് പറഞ്ഞിട്ടുള്ളത് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹവും പങ്കുവച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള തലവേദന ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുകയാണ്. UDF നേതൃത്വത്തിന് ആകെ പ്രതിസന്ധിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ കൊയ്യം ജനാർദ്ദനൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് പയ്യന്നൂരിൽ നേരെ മറിച്ചാണ് ചില കാര്യങ്ങൾ. അതായത് UDFിൻ്റെ വേദിയിലേക്ക് എത്താൻ അവിടെയുള്ള സ്വതന്ത്രനായി മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണൻ തയ്യാറായിട്ടില്ല. കാരണം CPIMൻ്റെ വോട്ടുകളാണ് സ്വാഭാവികമായും അധികമായി ലഭിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് എത്തുകയും UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി പരിവേഷം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ CPIMൻ്റെ പിന്തുണ ലഭിക്കില്ല, അല്ലെങ്കിൽ CPIMന് തനിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ ലഭിക്കില്ല എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം UDF വേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ആകെ മൊത്തത്തിൽ കണ്ണൂരിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് UDFിൻ്റെ സ്ഥിതി. ശരി, അർജുൻ കല്യാണാണ് ചേർന്നത്. ഏതായാലും വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തളിപ്പറമ്പിൽ നടക്കുന്നുണ്ട്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി തന്നെ സഹകരിക്കുന്നില്ല എന്ന പരാതിയാണ് UDF ഉയർത്തുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇത്തരത്തിൽ സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നതിൽ വലിയ എതിർപ്പ് മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ട് താനും. അതായാലും കോൺഗ്രസിന് ഈ വിമതരെ അനുനയിപ്പിച്ചാൽ പോലും അത്തരം അതൃപ്തികൾ കൂടി പരിഹരിക്കുന്നത് വലിയ തലവേദനയായി മാറുമെന്ന് ഉറപ്പാണ്.